ഞാൻ ഇന്ന് രാവിലത്തെ പ്രയറെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു ചിന്തയാണ്, നമ്മുടെ സിലബസുമായുള്ള ബന്ധത്തിലുള്ള ചിന്തയാണ്. ദൈവം തന്ന ചിന്ത ഇങ്ങനെയാണ്: ന്യായപ്രമാണം പുതിയ ഉടമ്പടിയിലെ ഒരു വ്യക്തി ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ് എന്നൊരു ടൈറ്റിലാണ് സ്വർഗത്തിൽ ദൈവം നൽകുവാനായിട്ട് ഇടയായി. The title God the Father gave me today is the advantages and disadvantages of a person who is a new covenant when he uses the law. ഫസ്റ്റ് നാം അറിയേണ്ടത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സിലബസ്. ന്യായപ്രമാണം ഇപ്പോഴത്തെ സിലബസിൽ ഇല്ല. Firstly, we should know that law is out of the syllabus. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതെന്താ അങ്ങനെ? 2000 വർഷം മുമ്പ് അത് സിലബസിൽ നിന്ന് പുറത്തുപോയി. അതാണ് ലൂക്കോസ് 16:16. According to Lucas 16:16, the law is out of the syllabus 2000 years ago. മറ്റത് സിലബസിന്റെ പുറത്തുപോയി. അത് പാപിയായ ഒരു മനുഷ്യനുള്ളതാണ്. ഹല്ലേലൂയ. അത് പാപിയായ ഒരു മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാൻ അവനെ സഹായിക്കാനുള്ളതാണ് എങ്കിൽ ഇതാ നിത്യജീവന്റെ മൊഴികൾ അത് ഒരു പുതിയ സൃഷ്ടിയെ ദൈവഇഷ്ടം ചെയ്ത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വളർത്തിയെടുക്കാനുള്ളതാണ്. The law is helpful for us to be preserved, whereas the word of eternal life that helps us to be formed like Christ Jesus. ഇതാ ഒരുത്തന് വ്യഭിചാരം ചെയ്യണമെന്നുള്ള ആസക്തി അകത്തുനിന്ന് വരുന്നു. ന്യായപ്രമാണം അവനെ സഹായിക്കും. ഉടനെ ന്യായപ്രമാണം പറയും, അക്ഷരം വ്യഭിചാരം ചെയ്യരുത്. ഉടനെ അവന് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടി. അവൻ സ്വന്തം ശക്തി കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ സാധിക്കും, ഒരുപക്ഷെ ദാവീദിനെ പോലെ വീണു. When a man has the tendency to commit adultery, he may remember the law that don't commit adultery, and he may try not to do that, but perhaps he may win over that, otherwise he may fail like David. ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനത്തിൽ ഒരു കൂട്ടത്തെ ദൈവം മരുഭൂമിയിൽ തള്ളി. God left a group of Israelites who depart from Egypt in wilderness. പകരം മരുഭൂമിയിൽ വെച്ച് ജനിച്ച ഒരു കൂട്ടം ജനത്തെ ദൈവം കനാനിൽ കയറ്റി. Instead, God allowed a few people who were born in the wilderness to enter into the Canaan. ഇതൊരു സന്ദേശമാണ്. അങ്ങനെ മരുഭൂമിയിൽ വെച്ച് ഇവർക്ക് ഈജിപ്ത് കാണാത്ത ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ജനിച്ചു. ദൈവം പറഞ്ഞു, ആ കുഞ്ഞുങ്ങൾ കനാൻ അവകാശമാക്കും. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് എനിക്കെതിരെ പിറുപിറുത്ത നിങ്ങൾ അവകാശം ആക്കുക ഇല്ല. And those children who were born of Israelites in the wilderness, God said, they, since they have not seen the blessings of Egypt, will enter into the promised land, whereas you will never enter into the promised land. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതുപോലെ പോഡിയത്തിന്റെ ഉള്ളിൽ കുറെ നാളിരുന്നാൽ ഇത് ചത്തുപോകും. ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ചർച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ദൈവഷ്ടം പുതിയ സൃഷ്ടിയെ അറിയാതിരുന്നാൽ നമ്മൾ കെട്ട് പോകും. പകരം യേശു കർത്താവ് പറഞ്ഞതുപോലെ, സഭയുടെ തല പറഞ്ഞതുപോലെ, അത് നിലത്ത് വീണ് ചത്താൽ നിന്നെ കുറ്റം പറയാൻ കുറേ പേര് വേണം. നിന്നെ പഴയ സൃഷ്ടിയെ തകർക്കാൻ കുറേ പേര് വേണം. അതറിയത്തില്ല, നമുക്ക് പിന്നെ പഠിക്കാം. അങ്ങനെ നിന്റെ ഉള്ളിലുള്ള ഡെത്തിനെ, മരണത്തെ സ്ട്രിപ്പ് ചെയ്യുവാൻ, തുണിയലിഞ്ഞ് കളയുവാൻ കുറേ പേര് ചുറ്റും ഉണ്ടെങ്കിൽ, ഇതിനെ തകർക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ വെളിയിലേക്ക്. The seed that is invested in you by God our Father, if it dies in you, the characteristics of Jesus Christ will be manifested in you. ഒരു സ്ത്രീ ബെഡിന്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് വിരിക്കുകയാണ്. ഇതേപോലെ സാത്താൻ നമ്മളുടെ ഹൃദയത്തിൻ്റെ മുകളിൽ ദൈവരാജ്യം കേട്ടാലും നമുക്ക് അറിയാനോ പറ്റാത്ത രീതിയിൽ ഇതാ ലോകത്തിന്റെ ബ്ലാങ്കറ്റ് നമ്മളുടെ ഹൃദയത്തിന്റെ മുകളിൽ വിരിക്കുകയാണ്. Just as the lady in the picture spreads the blanket over the bed, Satan has concealed or tried to hide the kingdom of God in our heart with his world and worldly system. ഇത് കെട്ടുപോയതാ. അപ്പൊ ആദ്യം കാണിച്ചത് ദാ കർത്താവ് പറഞ്ഞില്ലേ, ഗോതമ്പ് മണി അത് അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. അതേപോലത്തെ സാധനമാണിത്. ഇത് കെട്ടുപോയി. എന്നാൽ അത് കെടുന്നതിന് മുമ്പ്, അതായത് ശ്വാസം തീരുന്നതിന് മുമ്പ്, മനസ്സിലായോ, അത് നിലത്ത് വീണ് ചത്താൽ, ഇത് നിലത്ത് വീണ് ചത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ഇറങ്ങും,
ഒരു തെങ്ങ് ഇറങ്ങും. അതിലുണ്ടാകുന്ന തേങ്ങേനെ നമ്മൾ എത്ര പഠിപ്പിച്ചാലാണ് ഇതുപോലത്തെ തേങ്ങ ഉണ്ടാക്കുക? എടാ, തേങ്ങ വേണം ഉണ്ടാക്കാൻ കേട്ടോ. നീ അടയ്ക്ക ഉണ്ടാക്കരുതെന്ന് ക്ലാസ് കൊടുക്കണോ? എടാ മോനെ, പാപം ചെയ്യരുതെന്ന് ക്ലാസ് കൊടുക്കണോ? വേണ്ട. അവൻ വളർന്നാൽ അവൻ പാപം ചെയ്യില്ല. ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല. ഇതിൽ നിന്ന് വളർന്നു പോകുന്ന ഒരു തെങ്ങിന് അടയ്ക്ക ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടായാൽ തേങ്ങയെ ഉണ്ടാവും. This raw coconut dies, there will be a coconut tree, and this raw coconut doesn't need any kind of learning or any kind of instruction to be like a coconut tree, because the seed of the coconut tree is in this coconut. Hallelujah. Praise the Lord. സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. Praise the Lord. Grace and peace from God our Father and the Lord Jesus Christ be unto all of you. ഞാൻ ഇന്ന് രാവിലത്തെ പ്രയറെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു ചിന്തയാണ്, നമ്മളുടെ സിലബസുമായുള്ള ബന്ധത്തിലുള്ള ചിന്തയാണ്. ദൈവം തന്ന ചിന്ത ഇങ്ങനെയാണ്: ന്യായപ്രമാണം പുതിയ ഉടമ്പടിയിലെ ഒരു വ്യക്തി ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ് എന്നൊരു ടൈറ്റിലാണ് സ്വർഗത്തിൽ ദൈവം നൽകുവാനായിട്ട് ഇടയായത്. The title God the Father gave me today is the advantages and disadvantages of a person who is a new covenant when he uses the law. ഒരു പുതിയ ടൈറ്റിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ന്യായപ്രമാണം ഇതൊക്കെ അറിഞ്ഞിട്ട് ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലത്. ഇതെല്ലാം അറിഞ്ഞിട്ട് ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയണം, എന്നിട്ട് വേണം ന്യായപ്രമാണം ഉപയോഗിക്കാൻ. It is good to use law having known certain things. 1 Timothy chapter 1 അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, പഥ്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത്. 1 Timothy chapter 1 verse 10 says, it is good to use law having known certain things. ഫസ്റ്റ് നാം അറിയേണ്ടത്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സിലബസ്. ന്യായപ്രമാണം ഇപ്പോഴത്തെ സിലബസിൽ ഇല്ല. Firstly, we should know that law is out of the syllabus. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതെന്താ അങ്ങനെ? 2000 വർഷം മുമ്പ് അത് സിലബസിൽ നിന്ന് പുറത്തുപോയി. അതാണ് ലൂക്കോസ് 16:16. According to Luke 16:16, the law is out of the syllabus 2000 years ago. എന്താ അവിടെ എഴുതിയിരിക്കണേ? ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയാണ്. സ്നാപക യോഹന്നാൻ വരെ, യേശു ക്രിസ്തുവിന് തൊട്ട് മുമ്പ് അത് തീരുകയാണ്. ന്യായപ്രമാണം അവസാനിക്കുന്നില്ല. ആകാശം മാറും, ഭൂമി മാറും, ആ ന്യായപ്രമാണം അവിടെ തന്നെയുണ്ട്. പക്ഷേ അന്ന് മുതൽ സിലബസ് മാറി.
പുതിയ തലത്തിലേക്ക് മാറി. അവരെഴുതിയിരിക്കുന്നു, അന്നു മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ച് വരുന്നു. The time of the law and the prophet is until the time of the John the Baptist. Since then, the gospel of the kingdom is being preached. ഹലോ, വല്ല മനസ്സിലായ? സിലബസ് കഴിഞ്ഞു. നേരത്തെ മകൻ 8ലും 9ലും പഠിക്കുകയായിരുന്നു. ഇപ്പോൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ആ 8ലെയും 9ലെയും സിലബസ് 10ാം ക്ലാസ്സിലേക്ക് പാസ്സാകുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ആ മകന് സിലബസ് 10ാം ക്ലാസ്സിലെയാണ്. പക്ഷേ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ സിലബസ് ഉണ്ട്. അങ്ങോട്ടേക്ക് എത്താതെ വീണ്ടും അവിടെ പഠിക്കുന്നവർക്ക്, തോറ്റുപോയവർക്കൊക്കെ വീണ്ടും ആ സിലബസ് തന്നെയാണെന്ന്. A person who studies in 10th standard, his syllabus is different, but what he studied in the 8th and 9th standard are helping him to pass the examination in the 10th. And those who have not studied well in 10th, still they are following the syllabus of 8th and 9th standard. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങളുടെ കൂടെ പഠിച്ച പലരും തോറ്റുപോയി. ആ തോറ്റുപോയവർ വീണ്ടും പഠിക്കണ ഏത് സിലബസ് തന്നെയാണ്? അവർ വീണ്ടും പഴയത് തന്നെയാണ് പഠിക്കണേ. പക്ഷെ ജയിച്ച നിങ്ങളോ? ഞങ്ങളൊക്കെ തമിഴ്നാട്ടിൽ പഠിച്ചിരുന്ന ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ പുള്ളി ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻ്റാണ്. പുള്ളി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും പുള്ളി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തുള്ള ഒരു ലാലേട്ടനാണ്. കാരണം പുള്ളി തോറ്റ് വീണ്ടും എഴുതി ഇരിക്കുകയാണ്. ഞങ്ങൾ പുതിയ സിലബസുകൾ പഠിച്ച് ഇങ്ങോട്ട് പോകുന്നു. Once I went to Tamil Nadu, there I met a person named Brother Lal. Still he is studying the same syllabus, though we passed and our syllabus changed and we passed those syllabuses, but I find him still continuing with the same syllabus. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത് ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലത്. കാരണം ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു നീതിമാന് വേണ്ടിയല്ല. ന്യായപ്രമാണം പാപികൾക്ക് വേണ്ടിയാണ്. അങ്ങനെ നീ ഇന്നും പാപത്തിൽ ജീവിക്കുന്ന, പാപത്തോട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നീ എന്ത് ചെയ്യണം? ന്യായപ്രമാണം ഉപയോഗിക്കണം. അല്ല, നീ ന്യായപ്രമാണത്തിൽ നിന്ന് വിട്ട് നീ പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ന്യായപ്രമാണമല്ല, നിനക്ക് ആത്മാവിൻ്റെ പ്രമാണമാണ് നീ ഉപയോഗിക്കേണ്ടത്. സിലബസ് മാറി. The law is for sinners, and if you are still struggling with the sin, law is useful for you. But if you are a new creation, you are not actually controlled by the law, you have to be controlled by the law of the Spirit. കാരണം ആ വേർഡ് ശ്രദ്ധിച്ചോ, ന്യായോചിതമായി ഉപയോഗിക്കണം. അതിൻ്റെ അർത്ഥം ഇതാ, എനിക്ക് പലപ്പോഴും കാറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു വിഷയമുണ്ട്. ഞാൻ കാറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, കാരണം ഞാൻ ചിലപ്പോൾ ഒരു 2-3 ആഴ്ച ഗൾഫിലായിരിക്കും, പിന്നെ ചിലപ്പോൾ 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇവിടെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയാകുമ്പോൾ ഞാൻ പലപ്പോഴും കാറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് ആയിരിക്കത്തില്ല, ആ ഡ്രൈവർ സീറ്റിൽ ഇപ്പുറത്തെ സീറ്റിലേക്കായിരിക്കും ഞാൻ ചെല്ലുന്നത്. കാരണം UAE-യിലെയും ഇന്ത്യയിലെയും ഡ്രൈവിംഗ് ലോയ്ക്കൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇതാ റോഡിൻ്റെ ഇടതുഭാഗം ചേർന്ന് പോകുന്നു. എന്നാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് പോകുന്നു. സ്റ്റിയറിംഗ് വീൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എപ്പോഴും എനിക്കിത് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് രാജ്യത്തിൻ്റെ നിയമപ്രകാരം ന്യായോചിതമായി അതിനെ കൈകാര്യം ചെയ്യണം. Since I travel to UAE and also I live in India, I find sometimes difficulty in driving the car because there is a law that is followed in UAE that I have to drive sitting on the left, whereas in India I have to drive sitting in the right. And this always confuses me, but according to the law of the nation, I have to change my sitting. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലെന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ്റെയും പുതിയ മനുഷ്യൻ്റെയും മിക്സാണ്. നിങ്ങളിൽ ആര് പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട്
ന്യായപ്രമാണമാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ പാപം ശക്തിയോടെ പ്രവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം ഉപയോഗിക്കണം. അല്ല, നിങ്ങൾ പുതിയ മനുഷ്യനിൽ വളരുന്നുവെങ്കിൽ നിങ്ങൾ ലോ ഓഫ് ദ സ്പിരിറ്റ് ഉപയോഗിക്കണം. അതെന്തെന്നല്ലേ ആത്മാവ് പറയുന്നത്? ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. The redeemed one is always a mixture of the old and the new man. And if the old man is still working in you, if you are struggling and wrestling with the sin, you have to use the law. Whereas if you are a new creation, you have to be ruled by the spirit of law. ഇതാ ഇന്ത്യയിലെ ഡ്രൈവിങ്ങും UAE ഡ്രൈവിങ്ങും എന്ന് പറയുന്ന പോലെ രണ്ട് വേറെ വേറെ രാജ്യങ്ങളാണ്. ഇതേപോലെ പഴയ മനുഷ്യൻ രാജ്യം വേറെയാണ്, പുതിയ മനുഷ്യൻ ദൈവപുത്രൻ രാജ്യം വേറെയാണ്. രണ്ടുപേരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത തലത്തിലാണ്. The country that the new man, the old man belongs is different. രണ്ട് രാജ്യങ്ങളിലായിരിക്കുന്നത് പോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഇന്ത്യയിലും നിയമങ്ങൾ വേറെ വേറെ ആയിരിക്കുന്നത് പോലെ ഈ പഴയ മനുഷ്യൻ ലോകം എന്ന രാജ്യത്തിലാണ്, ആത്മരാജ്യത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയ മനുഷ്യൻ, അതാണ് ദൈവപുത്രൻ, അവൻ ദൈവരാജ്യം എന്ന ആത്മരാജ്യത്തിലാണ്. As there are two rules when you live in UAE and in India, the old man lives in the world and he lives according to the system of the world, whereas a new man lives according to the system of the heaven. Hallelujah. Law, അതായത് ന്യായപ്രമാണം പാപം ചെയ്യുന്ന പഴയ മനുഷ്യനാണ്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനാണ്. എന്നാൽ ആത്മാവിൻ്റെ നിയമം ദൈവ ഇഷ്ടം ചെയ്യുന്ന പുതിയ സൃഷ്ടിക്കാണ്. The law is for the old man, whereas the law of the spirit is for the new man. ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനത്തിലൂടെ ആ കാര്യങ്ങളെ കുറച്ചും കൂടെ ഉറപ്പിക്കാം. ഇതാ 1 തിമോത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയോടെ ബൈബിൾ കാര്യങ്ങളെ നമുക്ക് അറിയിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ന്യായപ്രമാണമോ നീതിമാനല്ല. ന്യായപ്രമാണമോ നീതിമാന് വേണ്ടി അല്ല. ഒന്ന് പറഞ്ഞേ, ന്യായപ്രമാണം നീതിമാന് വേണ്ടി അല്ല. പിന്നെ ആർക്കാണ്? പാപികൾക്ക് വേണ്ടിയാണ്. Law is not for the righteous, law is for the sinner. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്ന ഒരു സിന്നറാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ന്യായപ്രമാണം ഉപയോഗിക്കണം. If we commit sin, we can use the law. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ, ഇതൊക്കെ ആരെക്കൊണ്ട് അനുസരിക്കാൻ പറ്റും? ക്രിസ്തുവിന് പറ്റുമായിരിക്കും, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നവർ എന്ത് ചെയ്യണം? ന്യായപ്രമാണം ഉപയോഗിക്കണം. Often I have heard in the Christendom that how can we follow these laws? Only Christ can follow these laws. And to such I say, you can use the law. മനസ്സിലായോ? കാരണം നിങ്ങൾ ലോകത്തിലാണ്, അവിടുത്തെ ഭരണാധികാരി പിശാചാണ്. അവിടെ പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ന്യായപ്രമാണം നമ്മളെ ഒരു പരിധി വരെ, എന്തോരം, ഒരു പരിധി വരെ സഹായിക്കും. പക്ഷേ പലപ്പോഴും ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് നമ്മളെ നീതിയിൽ നിർത്താൻ കഴിയില്ല. If you belong to the world where the God is Satan, you can use the law and the law can to an extent preserve you. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണമോ നീതിമാനല്ല. പിന്നെ ആർക്ക്? അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പൃഥുഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ ഏതിനുമത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട്
അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത്. ഇത്രയും മനസ്സിലാക്കിയിട്ട് വേണം ന്യായപ്രമാണം ഉപയോഗിക്കാൻ. നമ്മൾ ഈ ഒരു തലത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാപ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഡൊമിനേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ ന്യായപ്രമാണം ഉപയോഗിക്കാം. ന്യായപ്രമാണം ഉപയോഗിച്ച് ഈ പാപങ്ങൾ നമ്മളിന്ന് പുറത്തു വരാതെ തടയുവാൻ ഇത് നമ്മളെ സഹായിക്കും. First Timothy chapter 9 and 10 says, as knowing this, that law is not made for a righteous man, but for the lawless and unruly, for the ungodly and sinners, for the unholy and profane, for murderers of fathers and murderers of mothers, and for manslayers, for fornicators, for abusers of themselves with men, for men stealers, for liars, for false swearers, and if there be any other thing contrary to the sound doctrine. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഇപ്പം തന്നെ മനസ്സിലായില്ലേ നമുക്ക് എന്താണ് ദൈവസ്വഭാവം വരാത്തതെന്ന്? ന്യായപ്രമാണം കൊണ്ട് ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് വരില്ല. അതിലൂടെ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമേ വരികയുള്ളൂ. The characteristics of the Christ are never revealed by the law. Through the law, only the awareness of the sin will be manifested. ഹല്ലേലൂയ. പാപം എന്താണെന്നുള്ളൊരു ബോധം അത് നമുക്ക് വരും. അല്ലാതെ ന്യായപ്രമാണത്തിന് നമ്മളെ നീതിമാനാക്കാൻ കഴിയത്തില്ല. Law cannot make us righteous, but it can make us aware of the sin. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് എതിർക്കുമായിരിക്കാം. വചനത്തിലേക്ക് കടന്നു വരാം. ഓ ഫാദർ വി താങ്ക് യു. ഗലാത്യലേഖനം 2-ാം അധ്യായം. നമ്മുടെ ജീവിതം ദൈവവചനത്തിൽ പണിയുക. അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. Galatians chapter 2 verse 16 says that knowing that a man is not justified by the works of the law but through faith in Jesus Christ. ഇനി വീണ്ടും അതിൻ്റെ അവസാന ഭാഗം എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. Because by the works of the law shall no flesh be justified. ഇതാ വീണ്ടും അടുത്ത ഭാഗത്തേക്ക്. ഇപ്പം 2 വചനം കഴിഞ്ഞു. 3-ാമത്തേത് ഇതാ ഗലാത്യലേഖനം 3:11 അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. Galatians chapter 3 verse 11 says, now that no man is justified by the law before God. റോമലേഖനം 3-ാം അധ്യായം. ഇപ്പോൾ 3 ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇതാ അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ, മീൻസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ ന്യായപ്രമാണത്തിൻ്റെ ഗുണം എന്താ? ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രേ വരുന്നു. The book of Romans chapter 3 verse 20 says, because by the works of the law shall no flesh be justified in his sight, for through the law the knowledge of sin comes. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ബുദ്ധിയുള്ളവരായിരിക്കണം. ബൈബിളിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവുണ്ടായിട്ട് ആ ദൈവത്തിൻ്റെ കോഴ്സിനൊപ്പത്തിനൊപ്പം ഓടി നമ്മൾ ക്രിസ്തുവിൻ്റെ ആ ദിവ്യമായ സ്വഭാവത്തിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ക്രിസ്തുവാകുന്ന തലയോളം വളരണം. We should be wise enough to know the works of God, and knowing the works of God, we must grow like Jesus Christ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ന്യായപ്രമാണത്തിന് നമ്മളുടെ സ്വഭാവത്തെ മാറ്റുവാനോ വളർത്തുവാനോ കഴിയില്ല. എന്നാൽ സ്വഭാവം മാറുന്നത് ഒരു വളർച്ചയിലൂടെയാണ്.
ഗിഫ്റ്റ് നൽകുന്നതാണ്, സ്വഭാവം വളരുന്നതാണ്. ഗിഫ്റ്റ് വളരില്ല, സ്വഭാവം വളരും. A gift never grows, but a character that always grows. പുതിയ ഉടമ്പടിയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു വിത്താണ്. ആ വിത്തിനെ നാം മൂടി വയ്ക്കരുത്, അതിനെ വളർത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു വിത്തായിട്ടാണ്. In the new covenant, the characteristics of Christ are given as a seed in us, and we should make that seed to grow in us. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൊച്ച് കണ്ണിമാങ്ങ പൂവിട്ടിട്ട് കണ്ണിമാങ്ങയായി. ആ കണ്ണിമാങ്ങ നമ്മളൊന്ന് കടിച്ചു നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല, ഒരു കോമൺ ടേസ്റ്റ്. പക്ഷെ ആ കണ്ണിമാങ്ങ വളർന്ന് വലുതായാൽ അത് ഏത് മാങ്ങയാണോ ആ ടേസ്റ്റിലേക്ക് അത് വരും. ഒന്നില്ലെങ്കിൽ നല്ല മധുരമുള്ളത്, അല്ലെങ്കിൽ പുളിയുള്ളത്, ഏതാണോ അതിൻ്റെ സീഡ് ഇനം അതിലേക്ക് വളർന്ന് കയറിയെത്തും. When you taste a tender mango, you can never experience the real taste of it. But when it grows fully, when you taste it, you understand to which breed it belongs. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, അതായത് ആ ക്യാരക്ടർ മുഴുവൻ കൺസീൽഡ് ചെയ്തിരിക്കുന്നത് ആ വിത്തിൻ്റെ ഉള്ളിലാണ്. വിത്ത് വളർന്നാൽ, വളർന്ന് വലുതായാൽ ക്യാരക്ടർ, സ്വഭാവം വെളിപ്പെടും. വിത്ത് അതേപോലെ ഇരുന്നാൽ സ്വഭാവം വെളിപ്പെടുകയില്ല. The characteristics of the breed is actually preserved in the seed, and if the seed doesn't die, the characteristics of the breed will never be revealed. But if it dies, the characteristic of the breed will be revealed. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സിംഹക്കുട്ടി, ഒരു പപ്പിക്കുട്ടി, രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. രണ്ടും ഒരുമിച്ച് കളിക്കും. രണ്ടിനെയും ഒരുമിച്ച് നമുക്ക് ഈ കയ്യിലും എടുക്കാം. അതിൻ്റെ കാരണം അതിൻ്റെ സ്വഭാവം വളർന്നിട്ടില്ല ഇതുവരെ. A puppy and a cub you can really take in your hand, and why is it so? Because its characteristics or their characteristics are not revealed yet. ഹല്ലേലൂയ. ഇതാ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു മാവിൻ്റെ പൂവ്, അതോടൊപ്പം തന്നെ കണ്ണിമാങ്ങ. ആ സമയത്തൊന്നും ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടില്ല. പക്ഷേ അത് കണ്ണിമാങ്ങ വളർന്നു വലുതായി കഴിഞ്ഞാൽ ആ സ്വഭാവം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. A tender mango has all the nature of the mango underlying in it, only need to develop in time. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നാം പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിച്ചപ്പോൾ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ഒരു പവർ തന്നായിരുന്നു. പവർ ടു ബിക്കം, ആയി തീരാനുള്ള പവർ തന്നായിരുന്നു. പവർ ടു ബിക്കം, ആയി തീരാനുള്ള പവർ തന്നായിരുന്നു. ഹല്ലേലൂയ. അതൊരു വിത്തിലാണ് തന്നത്, ദൈവ വചനമെന്ന ബീജം. പവർ ടു ബിക്കം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പവർ ടു ബിക്കം, ആയിത്തീരുവാനുള്ള അധികാരം കൊടുത്തു. ആയിത്തീരാൻ. ഈ കണ്ണിമാങ്ങയ്ക്ക് വേണമെങ്കിൽ, സ്വന്തമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാങ്ങ ആയിത്തീരാതെ പൊഴിഞ്ഞു പോകാം. എന്നാൽ അതിന് സ്വയമേ തീരുമാനിക്കാൻ കഴിവുണ്ടെങ്കിൽ മാങ്ങയായി തീരാൻ അതിന് തീരുമാനിക്കാം, ആ പവർ ഉപയോഗിക്കാം. എന്നതുപോലെ നമുക്ക് ദൈവപുത്രന്മാരായി തീരാനുള്ള പവർ തന്നിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ
ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. ദൈവപുത്രന്മാരായി നമ്മൾ തീരണമെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റ് ഉപയോഗിക്കണം. ഹല്ലേലൂയ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. When we were born again, God has invested in us a seed and a power to become. And we are called to become like the sons of God. And when we decide, we can be. And if we don't decide, we cannot be that. ശ്രദ്ധിച്ചാട്ടെ, ആ സിംഹക്കുട്ടി, അതിന് സിംഹത്തിൻ്റെ സ്വഭാവമുണ്ട്, പക്ഷെ കൺസീൽഡ് ആണോ? അത് വളർന്നാൽ സ്വഭാവം, ക്യാരക്ടർ വെളിപ്പെടും. വളരുന്നില്ല എങ്കിൽ അത് ആ സിംഹത്തിൻ്റെ ക്യാരക്ടർ വെളിപ്പെടാതെ അതേപോലെ തന്നെ ഇരിക്കും. The characteristics of a lion are concealed in a cub, and if the cub grows fully and becomes a lion, the characteristics of the lion will be manifested. ഇനി ശ്രദ്ധിക്കുക, പുതിയ ഉടമ്പടിയിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ലോ ഓഫ് ദ സ്പിരിറ്റ് ഉപയോഗിക്കാതെ, ലോ അതായത് ന്യായപ്രമാണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വ്യക്തി എന്നെന്നും ആ കബ്ബായിരിക്കും, കുഞ്ഞായിരിക്കും. ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുകയില്ല. A new born again man, if he's not using the law of the spirit, he remains as a cub and he never becomes a lion. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഞാൻ ഈ പറയുന്നത് സഭയിലെ നല്ലവരെ കുറിച്ചാണ്, സഭയിലെ നല്ല വിശ്വാസികളെ കുറിച്ചാണ് ഈ പറയുന്നത്. വീണ്ടും ജനിച്ചവർ ലോ ഓഫ് ദ സ്പിരിറ്റ്, അവർക്ക് വേണ്ട ഭക്ഷണം, അവരിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഗിഫ്റ്റല്ല, വളരണം. വളർന്നു കയറുവാൻ ലോ ഓഫ് ദ സ്പിരിറ്റ് ഉപയോഗിക്കാതെ, ലോ ആണ്, ന്യായപ്രമാണമാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അവർ എന്നെന്നും വളരാത്ത ആ കൊച്ചു ശിശുവെ പോലെ ഇരിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് ഇന്ന് സഭയിലെ നല്ല വിശ്വാസികൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. I am speaking about the true and good believers, that if you are once you are born again, if you are not controlled by the law of the spirit, you will remain as a cub. But if you are controlled by the spirit of law, the sons of God will be manifested in you. Hallelujah, law of the spirit. Hallelujah. ഒന്ന് അക്ഷരം സംസാരിക്കുന്നു ന്യായപ്രമാണത്തിൽ, മറ്റത് അക്ഷരം എഴുതിയ ആത്മാവ് കൂടെ ഇരുന്ന് നയിക്കുന്നു. ഒന്ന് ഡെഡ് ലെറ്റേഴ്സ്, നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. മറ്റതങ്ങനെയല്ല, ജീവനുള്ള ആത്മാവ് നമ്മളെ നടത്തുന്നു. When we follow law, we are led by the dead letters, but when we decide to follow spirit, we are led by the spirit of God. രണ്ടും രണ്ട് രാജ്യമാണ്. ഒന്ന് പിശാചു വാഴുന്ന രാജ്യം, അവിടെയാണ് ജഡത്താൽ ജനിച്ച ജഡമനുഷ്യൻ ജനിച്ചത്. മറ്റൊന്ന് വീണ്ടും ജനിച്ചവൻ, അവൻ ജനിച്ചത് ലോകത്തിലല്ല, ദൈവരാജ്യത്തിലാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ, പണ്ഡിതനോടാ പറഞ്ഞത്, പള്ളിപ്രമാണിയോടാ പറഞ്ഞത്, നീ ദൈവരാജ്യം കാണുകയില്ല. വീണ്ടും ജനിക്കുന്നവൻ ദൈവരാജ്യത്തിലും ജഡത്താൽ ജനിക്കുന്നവൻ ഈ ഭൂമിയിലും ആണ് ജനിക്കുന്നത്. രണ്ടുപേർക്കും നിയമങ്ങൾ വേറെ വേറെ. There are two worlds, one a world that is controlled by Satan, where we were firstly born, and on the other hand there is another world where that is the kingdom of God, and that's why the word of God says, unless you are born again, you cannot enter into the kingdom of God. ഈ രണ്ട് മനുഷ്യർക്കും സ്വഭാവം രണ്ടും രണ്ടാണ്. ലോകത്തിൽ ജനിച്ച മനുഷ്യർക്ക് അവരുടെ സ്വഭാവം ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന, ദൈവവചനം അവനിട്ടിരിക്കുന്ന പേര് പഴയ മനുഷ്യൻ. എന്നാൽ ദൈവരാജ്യത്തിൽ ജനിച്ച മനുഷ്യന് അവൻ്റെ സ്വഭാവം വേറെയാണ്. അവനെക്കുറിച്ച് പറയുന്നു, ദൈവാനുരൂപമായി, ക്രിസ്താനുരൂപമായി പുതിയതായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. രണ്ടുപേർക്കും നിയമങ്ങൾ വേറെ വേറെയാണ്. Both the old man and the new man
have got different rules in different world. പഴയവൻ്റെ സ്വഭാവം നാം പറഞ്ഞു. ബൈബിൾ നമ്മളോട് പറഞ്ഞു തന്നു. എന്താണ് പഴയവൻ്റെ സ്വഭാവം? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. The old man's nature is that he is going from bad to worse. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുനാളിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആശ്രയിക്കുന്ന സ്വഭാവമായിരിക്കും. മമ്മി പപ്പ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറകെ വരും. പക്ഷേ അന്ന് ഈ ലയൺ കബ്ബിനെ പോലെയാ. പക്ഷേ വളർന്നു കഴിയുമ്പോൾ അപ്പൻ്റെ സ്വഭാവം ആ കുഞ്ഞിലേക്ക് കയറി ഇങ്ങനെ വരും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചിലപ്പോൾ ഒച്ച എടുക്കണ കാണാം. ഡാ, നിൻ്റെ അപ്പൻ്റെ സ്വഭാവം ഇവിടെ എടുക്കരുതട്ടാ. In the childhood, we are all like the cub. The characteristics of our father is never revealed when we are children. But once we grow up, the characteristics of our father will be manifested. എന്താ ഈ പറയുന്ന? കുഞ്ഞുനാളിലായിരിക്കുമ്പോൾ സ്വഭാവം വളർന്നിട്ടില്ല. പക്ഷെ നമ്മൾ വളരും തോറും സ്വഭാവം വളരും. ഹല്ലേലൂയ. ഇതേപോലെ വീണ്ടും ജനിച്ച ഒരുവനിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം കൺസീൽഡ് വളർന്നിട്ടില്ല. പക്ഷെ അവൻ വളർന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം അവനിൽ വളരും. Our real character is not formed when we are children, but as we grow, our character, the real character will be revealed us. Likewise, when we are born again, we have got a seed that to become like Christ, but as we grow, the characteristics of Christ will be revealed in us. എന്നാൽ വളരുവാൻ പാല് കൊണ്ട് വളരാൻ പറ്റില്ല. ദൈവവചനം പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചാൽ നിനക്ക് വളരാം. അത് ഏത് പാല്? ലോയുടെ പാലല്ല, നിത്യജീവന്റെ മൊഴികൾ. If you drink the unadulterated milk, that is the word of eternal life, if you listen to that, you will grow. ഹല്ലേലൂയ. മറ്റത് സിലബസിന്റെ പുറത്തുപോയി. അത് പാപിയായ ഒരു മനുഷ്യനുള്ളതാണ്. ഹല്ലേലൂയ. അത് പാപിയായ ഒരു മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാൻ അവനെ സഹായിക്കാനുള്ളതാണ് എങ്കിൽ ഇതാ നിത്യജീവന്റെ മൊഴികൾ, അത് ഒരു പുതിയ സൃഷ്ടിയെ ദൈവഇഷ്ടം ചെയ്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളർത്തിയെടുക്കാനുള്ളതാണ്. The law is helpful for us to be preserved, whereas the word of eternal life that helps us to be formed like Christ Jesus. ഞാൻ നിങ്ങളെ വീണ്ടും സഹായിക്കാം. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഞങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്മാരുടെ സ്വഭാവം ഒരല്പം പരുവരുത്തതാണ്, ബുദ്ധിമുട്ടാണ്. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായോ? ഞാനും എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും, ഞാൻ കണ്ട തലമുറയുടെ കാര്യം ഞാൻ പറയണേ. So in a family history, I have seen the men, they have got a very rough characteristics. ഞാൻ കുഞ്ഞുനാളിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ആയിരുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ അപ്പൻ രാത്രിയിൽ അവിടെ കാണാം, പുള്ളി ഇങ്ങനെ എന്ന് പറഞ്ഞ് വീട്ടിൽ ഒരുത്തനും സമാധാനം കൊടുക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ തലയിലും കൈവച്ചാറുണ്ട്. I used to see when I lived in my father's house that my grandfather used to keep on talking like anything. ഹല്ലേലൂയ. ഞാൻ ഇതേ സ്വഭാവം ഇതാ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിലും അതേ കാണുന്നുണ്ട്. പുള്ളിയോട് അധികമൊന്നും ആരും അടുക്കത്തില്ല. കാരണം പുള്ളിയുടെ ഹൃദയത്തിൽ നന്മയുണ്ട്. പക്ഷേ പുള്ളി പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതേ അപ്പൻ്റെ സ്വഭാവം പുള്ളിയിലേക്കും കയറി വരുന്നത് കാണുവാൻ കഴിയും. I also have noticed the same characteristic which my grandfather had in my father as well. അതേ ജീൻ എൻ്റെ ഉള്ളിലുണ്ട്. ഇതാ ഞാൻ വളരുന്നതിനനുസരിച്ച് അതേ സ്വഭാവം എന്നിലും വളരുന്നത് ഞാൻ കാണുവാനിടയായി. I also have noticed the same trait in me
As I grow, I understand the same trait that was in my father and grandfather is in me as well. ഞാൻ എൻ്റെ മകനോടും പറയാറുണ്ട്, ഇതേ നേച്ചർ നീ വളരുന്നതിനനുസരിച്ച് നിനക്കും വരും. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ട്. സ്വർഗത്തിലെ ദൈവം നമുക്ക് പുതിയൊരു സീഡ് തന്നിട്ടുണ്ട്. ആ സീഡ് ക്രിസ്തുവിൻ്റെ സീഡാണ്. അതിൽ വളർന്നാൽ പഴയതിനെ തകർത്ത് കളയാം. I also have cautioned my son, the same trait is likely to be manifested in you, but you can defeat it if the seed of Christ is in you and if you allow the seed of Christ to form in you. ഹല്ലേലൂയ. അത് ന്യായപ്രമാണം ഉപയോഗിച്ചാൽ അത് വളരത്തില്ല. അത് വളരണമെങ്കിൽ യേശു കർത്താവ് സഭയ്ക്ക് തന്ന പുതിയ വീഞ്ഞ്, ലോ ഓഫ് ദ സ്പിരിറ്റ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ വളർന്നു കയറും. പഴയ ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യൻ്റെ സ്വഭാവം ഉലിഞ്ഞ് കളയുവാൻ കഴിയും. The characteristics of Lord Jesus Christ will be revealed in us if you decide to drink if you are led by the law of the Spirit. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഇപ്പോൾ വീണ്ടും ജനിച്ച നമ്മളെന്ന് പറയുന്നത് ഒരവിയൽ പോലെയാണ്. അതായത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും കൂടി കൂടിയ രണ്ടും കൂടി കൂടിയ ഒരു മിക്സാണ് ഞാനും നിങ്ങളും. അതിൽ ഒന്നിനെ കളയണം, ഒന്നിനെ വളർത്തണം. We are born again, and we are in a mixed form, that there is an old man and a new man, and if we remove the old man, the new man will begin to grow. ഇതാ എഫേസ്യ ലേഖനം 4:22 നമുക്ക് കാണാം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, ഇപ്പോഴത്തെ അല്ല, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പോൾ വളരും തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? വഷളായി പോകും. അതുകൊണ്ട് കാരണവന്മാരെ തിരുത്താൻ വലിയ പണിയാ. കാരണം ഓൾറെഡി സ്വഭാവം അവരുടെ ഉള്ളിൽ ഡൊമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു. Ephesians chapter 4 verse 22 says that you are put away as concerning your former manner of life, the old man that waxed corrupt after the lust of deceit. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഇത് മനസ്സിലാക്കുക, ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരും. ഇതാ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യനാണ് ന്യായപ്രമാണം വേണ്ടത്. അവനാണ് പാപം ചെയ്യുന്നത്, അവനാണ് പാപിയായി തീരുന്നത്, അവനാണ് മോശയിലൂടെ അല്ലെങ്കിൽ പഴയ ഉടമ്പടി സമയത്ത് ദൈവം കൊടുത്ത ന്യായപ്രമാണം ഉപയോഗിച്ച് അവൻ പ്രവർത്തിക്കുന്നത്. The old man needs the law that was given to Moses. ഹല്ലേലൂയ. എന്തിനത്? ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനം 3:19 പറയുന്നു, ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. ആര് വരുവോളം മതി? യേശുക്രിസ്തു വരുവോളം. അത് മനുഷ്യൻ്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. മനുഷ്യൻ പാപം ചെയ്യാതിരിപ്പാൻ അവനെ സഹായിക്കാനുള്ളതാണ് ന്യായപ്രമാണം. Law was given by God to preserve man from sin, and that is only until the time of Jesus Christ. ഹല്ലേലൂയ. ഇതാ ഒരുത്തന് വ്യഭിചാരം ചെയ്യണമെന്നുള്ള ആസക്തി അകത്തുനിന്ന് വരുന്നു. ന്യായപ്രമാണം അവനെ സഹായിക്കും. ഉടനെ ന്യായപ്രമാണം പറയും, അക്ഷരം വ്യഭിചാരം ചെയ്യരുത്. ഉടനെ അവന് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടി. അവൻ സ്വന്തം ശക്തി കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിപ്പാൻ ശ്രമിക്കും. ഒരുപക്ഷെ സാധിക്കും, ഒരുപക്ഷെ ദാവീദിനെ പോലെ വീണുപോകും. When a man has the tendency to commit adultery, he may remember the law that don't commit adultery, and he may try not to do that, but perhaps he may win over that, otherwise he may fail like David. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ഒരു മനുഷ്യനെ നീതിമാനാക്കി നിർത്താൻ കഴിഞ്ഞില്ല. ആ കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. What the law couldn't do,
can be accomplished only by the coming of Jesus Christ. That's why God the Father sent his Son. ഇനി അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ മറ്റൊരു മനുഷ്യനെ കാണാം. അവൻ്റെ പേരാണ് പുതിയ മനുഷ്യൻ. വീണ്ടും ജനിച്ചവരുടെ ഉള്ളിലാണ് അതുള്ളത്. ഹല്ലേലൂയ. പുതിയ മനുഷ്യൻ. അവൻ്റെ സ്വഭാവം ആരുടെ സ്വഭാവം എന്നറിയാമോ? ക്രിസ്താനുരൂപമാണ്. ഹല്ലേലൂയ. അവൻ്റെ സ്വഭാവം ക്രിസ്താനുരൂപമാണ്, ദൈവാനുരൂപമാണ് അവൻ്റെ സ്വഭാവം. അവനെ ഇനി ദൈവാനുരൂപവും ദൈവിക സ്വഭാവവും പഠിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇറ്റ് ഈസ് കൺസീൽഡ് ഇൻ ദാറ്റ് സീഡ്. ആ വിത്തിൽ, മാങ്ങയുടെ വിത്തിൽ, ആ മാങ്ങയുടെ ടേസ്റ്റ് എല്ലാം അടക്കി ദൈവം വെച്ചിരിക്കുന്നത് പോലെ ഒരു ലയൺ കുഞ്ഞിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്വഭാവം മുഴുവൻ വെച്ചിരിക്കുന്നത് പോലെ ഈ പുതിയ മനുഷ്യനിൽ, പുതിയ സൃഷ്ടിയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം പൂർണ്ണമായിരിക്കുന്നു. അവനിൽ നാം പരിപൂർണമായിരിക്കുന്നു. God has kept in all the new man the seed of Christ, and as he grows, the characteristics of Christ will be manifested in him. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിശൂന്യരായിട്ടല്ല, ബുദ്ധിയുള്ളവരായി, ദൈവിക ജ്ഞാനമുള്ളവരായി പ്രവർത്തിക്കുക. ഇതാ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, രണ്ടാമത്തെ മനുഷ്യൻ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും, ഒന്ന് വായിച്ചേ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആരെ പോലത്തെ? ദൈവാനുരൂപമായി, ക്രിസ്താനുരൂപമായി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതാണോ നമ്മൾ കുറേ അനുസരിക്കുമ്പോൾ? അല്ല. സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണോ? ഗ്രാമർ എന്താണ് എഴുതിയേക്കണേ? പാസ്റ്റ് ടെൻസ്. സൃഷ്ടിക്കപ്പെട്ട. നമ്മുടെ ഡ്യൂട്ടി എന്താ? ആ മനുഷ്യനെ എടുത്ത് ധരിച്ചാൽ മാത്രം മതി. സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ എടുത്ത് ധരിക്കുക. അപ്പോൾ എൻ്റെ മോനെ, മോളെ, കുഞ്ഞെ, നീ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവം നിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ കൺസീൽഡാ. ഒരു വിത്തിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിരിക്കുന്നത് പോലെ കൺസീൽഡാ. Ephesians chapter 4 verse 24 says, and put on the new man, that after God hath been created in righteousness and holiness of truth. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ ഈ രണ്ട് മനുഷ്യനെ കണ്ടല്ലോ. ഒരാളുടെ സ്വഭാവം ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നു. അതാണ് നമ്മൾ ഇവിടുന്ന് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ആ പഴയ മനുഷ്യൻ. വളരും തോറും ചതിക്കുന്ന മോഹങ്ങൾ മൂടി മൂടി ആൾ വഷളായി പോകും. ഹല്ലേലൂയ. അവനെ പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കാനാണ് ന്യായപ്രമാണം. മനസ്സിലായോ? ഇത് മനസ്സിലാക്കി ന്യായപ്രമാണം ഉപയോഗിച്ചാൽ അത് നല്ലത്. അതായത് വീണ്ടും ജനിച്ച ഒരുവന് അങ്ങോട്ടേക്ക് കയറാൻ പറ്റണില്ല, പുതിയ സൃഷ്ടിയിൽ വളരാൻ പറ്റുന്നില്ല, ഈ പഴയത് തന്നെ ഡൊമിനേറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നീ കുറച്ച് ന്യായപ്രമാണമൊക്കെ ഒന്ന് ഉപയോഗിച്ചോ, കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ എന്നൊന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനല്ല, അത് ഔട്ട്ഡേറ്റഡ് ആണ്. നീ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ നിയമത്തിലേക്ക് അതിവേഗം ഷിഫ്റ്റ് ചെയ്യണം. Though law is outdated, if the old man is still corrupt according to the deceitful lusts, it is useful for some time, but you should be shifted to the realm of the spirit. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആ ഒരു ഭാഗം നിങ്ങൾക്ക് പഴയ ഉടമ്പടിയുടെ ഒരു നിഴലിലൂടെ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. ഓ ഫാദർ, വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാം. ഒന്ന് നോക്കിയേ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഇത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് നയിക്കുന്ന ഒരു, ആ നയിക്കപ്പെട്ട ആ മണ്ഡലത്തിലെ ഒരു ചിത്രമാണ്
ഇവിടെ വരച്ചിരിക്കുന്നത്. This picture describes Israelites being redeemed from the hands of Egyptians, and they are migrating to Canaan, the land of Canaan. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം മോശ എന്ന പുരുഷനിലൂടെ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. തുടർന്ന് ചെങ്കടലിലൂടെ, ബാപ്റ്റിസത്തിൻ്റെ നിഴലായ ആ ചെങ്കടലിലൂടെ അവർ മരുഭൂമിയിലൂടെ കനാൻ ദേശത്തേക്ക് എത്തുകയാണ്. Israelites who were under the captivity of Egypt were redeemed. They were baptized and they traveled through the Red Sea and the wilderness, and finally they reached Canaan, the promised land. ഹല്ലേലൂയ. ഇത് യഥാർത്ഥ ഒരു ദൈവ പൈതൽ ലോകത്തിൻ്റെ പിടിയിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോശയാലല്ല, യേശു കർത്താവിനാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു, രക്ഷപ്പെട്ട് തുടർന്ന് ചെങ്കടലിലൂടെ, സ്നാനത്തിൻ്റെ മുൻകുറിയാണ് അത്, അതിലൂടെ കടന്ന് തുടർന്ന് ഒരു മരുഭൂയാത്രയിലൂടെ ഇടുക്ക് വഴിയിലൂടെ സ്വർഗരാജ്യത്തിൽ എത്തുന്നതിൻ്റെ നിഴലാണ്. So this picture is a shadow of a new man, a new born again child, after being baptized, goes through a wilderness and finally reaches heaven. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം ജനത്തെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനത്തിൽ ഒരു കൂട്ടത്തെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു. God left a group of Israelites who depart from Egypt in wilderness. ഹല്ലേലൂയ. പകരം മരുഭൂമിയിൽ വെച്ച് ജനിച്ച ഒരു കൂട്ടം ജനത്തെ ദൈവം കനാനിൽ കയറ്റി. Instead, God allowed a few people who were born in the wilderness to enter into the Canaan. ഇതൊരു സന്ദേശമാണ്. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് പാറ്റേൺ കാണാം. ഈ റെഡ് പാറ്റേണിൽ എഴുതിയിരിക്കുന്നു പീപ്പിൾ വിത്ത് വിഷൻ ഓഫ് ഈജിപ്റ്റ്. അത് കാണിക്കുന്നത് ലോകദർശനമുള്ള പഴയ മനുഷ്യരെ ആണ് അത് കാണിക്കുന്നത്. The red pattern where it is mentioned as people with the vision of Egypt shows people with the vision of the world. അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. അതായത് അധികമായിരുന്നു അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് അവർ മരിച്ച് അവർ കുറഞ്ഞുപോയി. It falls from top to bottom, and there was a majority, but gradually the number was declined and only a few could enter into the promised land, Canaan. ഫസ്റ്റ് കൊരിന്ത്യൻ 10-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. ഇത് നമുക്കൊരു ഉദാഹരണമാണ്. Book of 1 Corinthians says that God the Father left a lot of people in the wilderness, and this is a great lesson for all of us. ഹല്ലേലൂയ. ആരെയാണ് തള്ളിയിട്ടത്? ലോകത്തിൻ്റെ ദർശനമുള്ള, ലോകത്തിലേക്ക് തിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞ, മോശയ്ക്കും ദൈവത്തിനെതിരെ പെറുപെറുത്ത, ഈജിപ്തിലായിരുന്നു നല്ലത്, അവിടെ പരിപ്പുങ്കലോ ഇറച്ചിക്കലോ ഉരുളക്കിഴങ്ങോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അവരെ ദൈവം മരുഭൂമിയിൽ തള്ളി ഇട്ടു. ഇത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. God denied a few people who turned against God and who murmured against God and Moses in wilderness. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞേ? കാരണം ഈജിപ്തിലെ പരിപ്പുങ്കലോ ഇറച്ചിക്കലവും ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. അവർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ തയ്യാറായില്ല. അതെല്ലാം മനസ്സിൽ വെച്ച്
ആ ഒരു നന്മ എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. These people, they began to think about the blessings that they had in Egypt, and when they were not getting them in the wilderness, they started murmuring against Moses and God, since God denied them in ഇത് wilderness. നമുക്കൊരു സന്ദേശം തരുന്നില്ലേ? ഈ ലോകത്തിൻ്റെ അനുരൂപത വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ സഭയിൽ ഇരിക്കരുത്. നമ്മൾ ഈ ലോകത്തിൻ്റെ അനുരൂപത മാറ്റി ദൈവരാജ്യത്തിൻ്റെ അനുരൂപതയിലേക്ക് അതിവേഗം വരണം എന്നൊരു സന്ദേശം ദൈവം നമുക്ക് തരുന്നില്ലേ? So God gives us a message through this, that we who are born again or a new generation should not still continue thinking about the blessings in Egypt. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ഈജിപ്ത് കണ്ടവരാണ്, അതിവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ മരുഭൂമിയിലെ ഞെരുക്കമൊക്കെ കണ്ടപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഇതുപോലെ ലോകം നമ്മളുടെ മനസ്സിൽ നിന്ന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നില്ല എങ്കിൽ ഇതേപോലെ തന്നെ ഈ യാത്രയിൽ ഞെരുക്കവും കഷ്ടതയും വരുമ്പോൾ, കാരണം യേശു പറഞ്ഞു ജീവങ്കിലേക്കുള്ള വഴിയും വാതിലും ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, ഇത് കടക്കണമെങ്കിൽ പോരാടണം. ആ സമയം നമ്മൾ പിറുപിറുക്കും. So unless we renew our mind, we who have started our journey to our Father, when we don't get the blessings that we had in the world, when we undergo certain sufferings in the wilderness, we may also think about the blessings that we had in the world. ഇതാ മനസ്സ് പുതുക്കി രൂപാന്തരം വരാതെ പിറുപിറുക്കുന്നവർ മരിച്ചു വീഴുന്നത് വരെ ദൈവം കാത്തിരുന്നു ആ യാത്രയിൽ. പക്ഷെ ആ സമയത്ത് വേറൊരു കൂട്ടം ജനം ഈ മരുഭൂമിയിൽ വെച്ച് ജനിക്കാൻ തുടങ്ങി. അവരുടെ പ്രത്യേകത ആദ്യത്തെ ഗ്രൂപ്പ് പോലെയല്ല, അവർ ഈജിപ്ത് കണ്ടിട്ടേയില്ല. But there were a few people who have not seen Egypt at all. They were born in wilderness. ഹല്ലേലൂയ. അങ്ങനെ മരുഭൂമിയിൽ വെച്ച് ഇവർക്ക് ഈജിപ്ത് കാണാത്ത ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ജനിച്ചു. ദൈവം പറഞ്ഞു, ആ കുഞ്ഞുങ്ങൾ കനാൻ അവകാശമാക്കും. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് എനിക്കെതിരെ പിറുപിറുത്ത നിങ്ങൾ അവകാശം ആക്കുക ഇല്ല. And those children who were born of Israelites in the wilderness, God said, since they have not seen the blessings of Egypt, will enter into the promised land, whereas you will never enter into the promised land. എൻ്റെ മോനെ മോളെ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യൻ ജഡരക്തം ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ച സ്വർഗരാജ്യത്തിൽ, ലോകം കാണാത്ത സ്വർഗരാജ്യത്തിൽ വീണ്ടും ജനിച്ച ആ പുതിയ സൃഷ്ടിയോടുകൂടെ നമ്മുടെ ദേഹി ചേരുന്നുവെങ്കിൽ ആ വ്യക്തിത്വം സ്വർഗരാജ്യം അവകാശമാക്കും. The old man will never enter into the kingdom of God, but a new man who is redeemed by the blood of Jesus Christ will inherit the kingdom of God. ഹല്ലേലൂയ. ഒന്ന് നിഴലാണെങ്കിൽ ഒന്ന് പൊരുള്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ആ പുതിയ ക്യാരക്ടർ ഇതെന്താ കാണിക്കുന്നേ? ആ പഴയ മനുഷ്യൻ നമ്മളിൽ മരിക്കണം, പുതിയ മനുഷ്യൻ നമ്മളിൽ ജനിച്ചു വളരണം. The old man in us should die, and the new man should be born in us and should grow in us. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, പഴയ മനുഷ്യനെ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞ്. ഇപ്പൊ പഴയ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ന്യായപ്രമാണം കൊണ്ട് സൂക്ഷിക്കണോ അതോ ഉരിഞ്ഞ് കളയണോ? ഉരിഞ്ഞ് കളയണം. ഉരിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ എന്തു വേണം? സൂക്ഷിക്കാൻ ന്യായപ്രമാണം വേണം. ഉരിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ സൂക്ഷിക്കാൻ എന്നാ വേണം? ന്യായപ്രമാണം വേണം. ഉരിഞ്ഞ് കളയാണെങ്കിലോ
നമുക്ക് അത് വേണ്ട, ആത്മാവിൻ്റെ പ്രമാണം മതി. You must remove the nature of the old man in you. If you don't do so, you need law. Otherwise, you need the law of the Spirit. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുണ്ട്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് തരാനായിട്ടുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇതാ ആ പഴയ മനുഷ്യൻ പാപം ചെയ്യാതെ സൂക്ഷിക്കാനുള്ളതാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അതിന് പേരിട്ടിരിക്കുന്നത് ശിശുപാലകൻ, ബേബി സിറ്റിംഗ്. God has called law as babysitting because law is given to preserve the sinful man. ഹല്ലേലൂയ. എന്നാൽ ലോ ഓഫ് ദ സ്പിരിറ്റ് നമ്മളെ പാപം ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതിനെ ഉപരിയായി ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. Whereas the law of the Spirit is given not to keep us away from sin, but to... That will keep us away from sin. But that has given us to do the will of God. The law of the Spirit has been given to us to do the will of God. ദൈവ ഇഷ്ടം നാം ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് പാപം നമ്മളെ വിട്ട് പോയി കഴിഞ്ഞു. കാരണം എന്താണ് പാപം? ദൈവ ഇഷ്ടം ചെയ്യാതിരിക്കുന്നതാണ് പാപം. So when we begin to do the will of God, the sin will depart from us. And what is sin? When we don't do the will of God, it becomes a sin. എൻ്റെ മക്കളെ നോക്കിയേ, ഇത് രണ്ടും രണ്ട് രാജ്യക്കാരല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാ ഒന്ന് ഈജിപ്ത്, മറ്റത് കനാൻ. അപ്പൊ ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളാണ്. ഇതേപോലെ ഒന്ന് ലോകം, മറ്റത് ദൈവരാജ്യം. Egypt and Canaan are two countries. Likewise, the world and the kingdom of God, they are also two nations. ദൈവജനം ഈജിപ്തിൻ്റെ കൾച്ചറിലായിരുന്നു, എന്നാൽ ആ കൾച്ചർ വിടണം. ഇതേപോലെ ദൈവത്തിൻ്റെ ജനം ഈ ലോകത്തിൻ്റെ കൾച്ചറിലായിരുന്നു. ദൈവം അവരെ വീണ്ടെടുത്തപ്പോൾ അവരോട് ആവശ്യപ്പെടുന്നു, ലോകത്തിൻ്റെ കൾച്ചർ ഉപേക്ഷിക്കുക, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. Israelites, when they were in Egypt, they had the culture of Egypt. Likewise, when we are in the world, we have the culture of the world. So God says, renew yourself and reconciled and enter into the promised land. ഇനിയും മനസ്സിലാകാത്തവർക്ക് ദൈവം വേറൊരു ചിന്തകളാൽ നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ വീണ്ടും ജനിച്ചവർ ഇതാ ഈ കനാനിലേക്കല്ല, പകരം ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിലാണ്. പക്ഷെ നമുക്ക് ആ ബോധമൊന്നും ഇല്ല. നമ്മളുടെ ചിന്ത വീണ്ടും ഈ ഇറങ്ങിത്തിരിച്ച ദൈവജനത്തിന് ഈജിപ്തിലെ പരിപ്പും കലവും ഇറച്ചിക്കലവും ചിന്തയുള്ളതുപോലെ നമ്മുടെ ചിന്ത ഇപ്പോഴും ലോകത്തിൽ തന്നെ ആണ്. കാരണം ഈ ലോകം കൊണ്ടാണ് ദൈവരാജ്യത്തെ പിശാച് മറച്ചിരിക്കുന്നത്. Our vision is still not of the promised land, that is heaven. Still our vision is of the world. Hallelujah. Oh Father, we thank you. ഇതാ മക്കളെ, നിങ്ങളെ ഞാൻ മറ്റൊന്ന് കാണിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ഇതെനിക്ക് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവരാജ്യം. അതായത് നമ്മളിപ്പോൾ ആ കനാൻ്റെ പിക്ചർ നിങ്ങൾ മറന്നു പോകരുത്, മനസ്സിൽ വെച്ചോക്കണം കേട്ടോ. ദൈവരാജ്യം അവിടെ എ പീസ് ഓഫ് ലാൻഡ് ആയിരുന്നു കൊടുത്തതെങ്കിൽ ഇവിടെ ഒരു പീസ് ഓഫ് ലാൻഡ് അല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു കിങ്ഡം നിങ്ങൾക്ക് തരുവാ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. In the Old Testament, it was a piece of land, that is Canaan. Whereas in the new covenant, you can see our God is pleased to give us a kingdom. ഹല്ലേലൂയ. ഇതാ ധാരാളം കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാറുണ്ടെങ്കിലും ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം കർത്താവിനെ കാണിച്ചു തന്നതാണ്. ഇതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരികയാണല്ലോ, ബെഡൊക്കെ വിരിച്ചായിരുന്നോ? ബെഡൊക്കെ വിരിച്ചിട്ടാണോ പോന്നേ? വിരിച്ചിട്ടാ പോന്നേ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ എളുപ്പം മനസ്സിലാകും. ഒരു ബെഡും ബെഡ്ഷീറ്റും കൊണ്ട് ദൈവരാജ്യവും ലോകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. I'm going to make you understand the kingdom of God and the world with a bed and a bed sheet.
ക്യാമറ ശ്രദ്ധിക്കുക, കാരണം ഞാനിത് ഷെയർ ചെയ്തിട്ടില്ല. സൂമിലുള്ള ജനത്തിന് അത് കിട്ടണം. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ലോർഡ്, ഐ ലവ് യു. മത്തായിയുടെ സുവിശേഷം 13:44 പറയുന്നു, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയോട് സദൃശ്യം. നമ്മളുടെ നിഴല് പ്രകാരം നോക്കിയാൽ കാനാൻ ദേശത്തേക്കാണ് ഇറങ്ങി തിരിച്ചതെങ്കിലും ജനഹൃദയം കാനാനിലല്ല. ജനഹൃദയം എവിടെയാണ്? ഈജിപ്തിലാണ്. ഈജിപ്ത് കൊണ്ട് കാനാൻ ജനഹൃദയങ്ങളിൽ മറയപ്പെട്ട് കിടക്കുന്നു. The kingdom of God is just like a treasure that is hidden in a field. Though we have started our journey to our promised land, still we are entangled in the blessings of the world. ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കട്ടിൽ കാണാം. കട്ടിലൊരു ബെഡ് ഇട്ടിരിക്കുന്നു. ആ ബെഡിന് കിങ്ഡം ഓഫ് ഗാഡ് എന്ന് എഴുതിയിരിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡിനെയാണ് ആ ബെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. You can see a cot there, and on the cot you can see a bed, and the bed represents the kingdom of God. എന്നാൽ ഇതാ അവിടെ ഒരു ബെഡ്ഷീറ്റ്, ഒരു പുതപ്പ് ഉണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്തത് ലോകത്തെയാണ്. Whereas the bed sheet on the bed represents the world. ഇതുപോലെ ലോകം ദൈവരാജ്യത്തെ മറച്ചിരിക്കുന്നു എന്നാണ് മത്തായി 13:44 പറയുന്നത്. ദൈവരാജ്യം നിധിയാണ്, ലോകം അത് പൊടിയാണ്, മണ്ണാണ്. The kingdom of God is a treasure, whereas the world is a dust. പക്ഷേ നമ്മളുടെ മനസ്സിൽ സാത്താൻ ലോകം കൊണ്ട് ദൈവരാജ്യം എന്ന നിധിയെ മറച്ചു കളഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഓൾ ഓടുന്നത് ലോകം പ്രാപിപ്പാനാണ്, ഈ കാണുന്നത് പോലെ. Satan has very cunningly hidden the kingdom of God with the world. ദാ ഒരു സ്ത്രീ ബെഡിൻ്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് വിരിക്കുകയാണ്. ഇതേപോലെ സാത്താൻ നമ്മളുടെ ഹൃദയത്തിൻ്റെ മുകളിൽ ദൈവരാജ്യം കേട്ടാലും നമുക്ക് അറിയാനോ പറ്റാത്ത രീതിയിൽ ഇതാ ലോകത്തിൻ്റെ ബ്ലാങ്കറ്റ് നമ്മളുടെ ഹൃദയത്തിൻ്റെ മുകളിൽ വിരിക്കുകയാണ്. Just as the lady in the picture spreads the blanket over the bed, Satan has concealed or tried to hide the kingdom of God in our heart with his world and worldly system. ഹല്ലേലൂയ. എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടോ? ഇതുകൊണ്ടാണ് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തയില്ലാത്തത്. എപ്പോഴും ലോകത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവരാജ്യം ട്രഷറാണ്, പക്ഷേ വയലിൽ, ലോകമെന്ന വയലിൽ അത് ഒളിക്കപ്പെട്ടിരിക്കുകയാണ്. This is why the word of God says kingdom of God is a treasure, but this treasure is hidden in the world. ഇനി ശ്രദ്ധിക്കുക, ഈ ബ്ലാങ്കറ്റും ഈ ബെഡും രണ്ടും രണ്ട് രാജ്യങ്ങളാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം വരണേ, രണ്ടും രണ്ട് രാജ്യങ്ങളാണ്. ഒന്ന് കരങ്ങളത്തേക്ക് ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പം പിശാച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. എന്നാ ക്ലവർനെസ് ആവേണ്ടത്. ഹല്ലേലൂയ. പലതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ മുകളിൽ ബ്ലാങ്കറ്റ് ഇട്ടതുപോലെ നിങ്ങളുടെ മനസ്സിപ്പോൾ മൂടുകയാ. ഹല്ലേലൂയ. ദൈവത്തോട് പറയാം, ദൈവമേ എന്നെ സഹായിക്കണേ, ഇത് മനസ്സിലാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇതാ ഇവിടെ ഈ ബെഡും ഈ ബ്ലാങ്കറ്റും പുതപ്പും രണ്ടും രണ്ട് രാജ്യങ്ങളാണ്. Both the blanket and the bed represent two different nations. ഈ രണ്ട് രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ വേറെ വേറെയാണ്. The authorities of both the world are different. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ ഭരണാധികാരി ദൈവമാണ്, ലോകത്തിന്റെ ഭരണാധികാരി പിശാചാണ്. The ruler of the kingdom of God is God, the ruler of the world is Satan. ഹല്ലേലൂയ. ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഹല്ലേലൂയ. പക്ഷെ നമുക്കിഷ്ടം ഏതാണ്? ലോകം. ഇതാണ് പ്രശ്നം. ഹല്ലേലൂയ. നമുക്കിഷ്ടം ലോകമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ സേനാദോഷത്തിൽ നിന്റെ മക്കൾ നിനക്ക് സ്വമേധ ദാനമായിരിക്കും. അവർ സ്വയം പറയും, ഞങ്ങൾക്ക് ലോകം വേണ്ട, ഞങ്ങൾക്ക് അങ്ങേ മതി എന്നവർ പറയും.
But in the right time, God says that your children will say that we don't want world, but we want the kingdom of God. 110 സങ്കീർത്തനാട്ടോ. ഹല്ലേലൂയ. വല്ലപ്പോഴും അതൊക്കെ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ശ്രദ്ധിച്ചേ, ഞാൻ എവിടെന്നാ കോട്ടിയില്ലേ? സങ്കീർത്തനത്തിൽ നിന്നല്ലേ? അതിൻ്റെ അർത്ഥം സങ്കീർത്തനം വേണ്ടെന്നല്ലല്ലോ. സങ്കീർത്തനം വേണം, പക്ഷേ അതൊരു കഷ്ടമായി അത് വായിച്ച് ന്യായപ്രമാണത്തിൻ്റെ ഭാഗം വായിച്ച് സിലബസായ ദൈവരായത്തെ ഉപേക്ഷിക്കരുതെന്നായി പറയണേ. സങ്കീർത്തനം വായിക്കുന്നത് കഷ്ടമായിട്ട് കൊണ്ടുവന്ന് അത് എല്ലാ ആഴ്ചയിലും വായിച്ച് അവിടെ നിൽക്കരുത്. അത് ന്യായപ്രമാണത്തിൻ്റെ ഭാഗങ്ങളാണ് പ്രധാനമായും. അവിടെയും ഇവിടെയും പ്രവചനമുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളത്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതൊരു പഴയ മനുഷ്യനെ കീപ്പ് ചെയ്യാനുള്ളതാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മളുടെ സിലബസാണ്, ഭാവിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുമായുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ പഴയ മനുഷ്യന് ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിൻ്റെ കാലം കഴിഞ്ഞു. The time of the law and the prophets is over. Hence, we should not continue following the old syllabus, but we can take the things that are there about the kingdom of God, and Amen. we should get access to the kingdom of God. Amen. Things that related to the future. Hallelujah. ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ബ്ലാങ്കറ്റ് ലോകമാണ്, പിശാച് വാഴുന്ന ലോകം. അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പാപമുണ്ട്, മരണമുണ്ട്, പിശാചുണ്ട്, പാപ സ്വഭാവമുണ്ട് അവിടെ. ഹല്ലേലൂയ. The blanket represents the world, and in the world we can see sin, death, Satan, and the nature of sin. പിന്നെ ആരും കൂടി അവിടെയുണ്ട്? നമ്മുടെ പഴയ മനുഷ്യനും അവിടെയുണ്ട്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. പിശാച് വാഴുന്ന ആ മണ്ഡലത്തിൽ പാപമുണ്ട്, മരണമുണ്ട്, പാപ സ്വഭാവമുണ്ട്. പിന്നെ എൻ്റെ പഴയ മനുഷ്യനും അവിടെയുണ്ട്. അവനെ സൂക്ഷിക്കാനാണ് എന്ത് വേണ്ടത്? ന്യായപ്രമാണം. ഹല്ലേലൂയ. ദൈവത്തിന് അവനെ വേണോ? അവൻ്റെ ഉള്ളിലെ സോളിനെ വേണോ? അവനെ സൂക്ഷിക്കാനാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. In the world that is ruled by Satan, you can see sin, death, Satan himself, and the nature of sin, and also the old man. And to preserve the old man in the world, God has given us the law. Hallelujah. ഇവിടെ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം കാൽവരിയിൽ യാഗമായത്. അതുവഴി പുതിയ സൃഷ്ടികർമ്മം നടത്തി. Jesus Christ, by his crucifixion at Calvary, he made a new creation. Hallelujah. നമ്മളെ ഇവിടുന്ന് രാജ്യം മാറ്റി, ലോകമെന്ന ഇവിടെ നിന്ന് നമ്മളെ ദൈവരാജ്യത്തിൽ പുതിയ സൃഷ്ടികളാക്കി വീണ്ടും ജനിപ്പിച്ചു. Jesus Christ helped us to have a rebirth from the old world to enter into the new kingdom. ഇതാ ലോകത്തിൽ നമ്മളെ സൂക്ഷിക്കാനാണ് ന്യായപ്രമാണം ഒക്കെ തന്നത് പഴയ മനുഷ്യനെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ പിശാചിന്റെ രാജ്യത്ത് നിന്ന് കൊളോസ്യൻ 1:13 പറയുന്നു, ഇതാ നമ്മളെ തൻ്റെ പുത്രന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് മാറ്റി. And Jesus Christ, he redeemed us from the world, and he helped us to enter into the kingdom of God. ഇതാ ദൈവത്തിൻ്റെ വചനം, കൊളോസ്യ ലേഖനം. വചനം വായിക്കാൻ ഒരാൾ റെഡി ആയിരുന്നുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, ശ്രദ്ധിച്ചേ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ആര്? പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇത് വല്ലതും നമ്മൾ അറിഞ്ഞ നമ്മളെ രാജ്യം മാറ്റിയെന്ന്, പുതിയ സൃഷ്ടികളാക്കിയെന്ന്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാതെ വീണ്ടും പഴയതിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. Colossians chapter 1 verse 13 says, who delivered us out of the power of darkness and translated us into the kingdom of the Son of his love. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെ രാജ്യം മാറ്റി. എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ പുതിയതായി സൃഷ്ടിച്ച് രാജ്യം മാറ്റി. So Jesus Christ, he created us as a new creation, and he gave us a shift from the
old system to the new system. കണ്ടോ, ഒരു ആരോ ഇട്ടേക്കനുണ്ടോ? കൊളോസ്യൻ 1:13 വെച്ചിട്ട് ഒരു ആരോ ഇട്ടേക്കനുണ്ടോ? നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ മാറ്റുമെന്നല്ല, മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ഗ്രാമർ ശ്രദ്ധിച്ചോ, മാറ്റി. And Jesus Christ, he delivered us from the clutches of Satan, from the world, and he shifted us into his kingdom, that is the kingdom of God. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 26:18 അത് തന്നെയാണ് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് ഒരു ദേവദാസനെ നിയോഗിച്ചിരിക്കുന്നത്. ഇതറിയാത്ത കുഞ്ഞുങ്ങളെ ഇത് അറിയിച്ച് അവരുടെ മനസ്സിനെ ലോകത്തിൽ നിന്ന് പുതിയ സൃഷ്ടി വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് അവരെ ആക്കി വച്ചിരിക്കുന്നത്. 26:18 Acts of the Apostles chapter 8 verse 20. അത് ഞാൻ പറഞ്ഞു അത് വായിച്ചിട്ടില്ല. ഓക്കെ, 26:18. A man of God is appointed in a church just to do the same thing that Jesus Christ did. 26:18 വായിച്ചേ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ജനത്തിന് ഇവരെന്തിലാണ്? പാപത്തിലാണ്. നോക്കി എന്തൊക്കെ അവിടെയുണ്ട്? പാപം, മരണം, പിശാച്, പാപ സ്വഭാവം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും. ഈ കൂട്ടരുടെ കണ്ണ് എന്ത് ചെയ്തിരിക്കുക? പിശാച് അടച്ചു കളഞ്ഞിരിക്കുക. ഇവരുടെ കണ്ണ് തുറക്കാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇവിടെ എന്തിന്റെ അധികാരോ? പിശാചിന്റെ, ഇരുളിന്റെ അധികാരം. അവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും. അപ്പൊ ഇവിടെ ഏതധികാരോ? സാത്താന്റെ അധികാരം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും. അപ്പൊ ഇവിടെ ആരുടെ അധികാരോ? ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ അധികാരം, ലോകത്തിൽ സാത്താന്റെ അധികാരം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന്. ഇതാ ക്രിസ്തു പൗലോസിനോട് പറയാണ്, ഇതിനു വേണ്ടി ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അപ്പൊ യഥാർത്ഥ ദൈവദാസന്റെ ശുശ്രൂഷ കണ്ടോ? രാജ്യം മാറ്റുന്ന ആളാണ് പുള്ളി. പിടുത്തം കിട്ടിയ രാജ്യം മാറ്റുന്ന ആള്. എൻ്റെ മക്കളെ, നിങ്ങളെ ദൈവം രാജ്യം മാറ്റിയിട്ട് ഇത് അറിയാതിരിക്കുകയല്ലേ? ഹല്ലേലൂയ. നിങ്ങളെ പുതിയതായി സൃഷ്ടിച്ചു. നിങ്ങൾ ഇതാ ദൈവരാജ്യത്തിലാണ്. അവിടെ നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. കാരണം ഒരു വിത്തിൻ്റെ ഉള്ളിൽ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം മുഴുവനും ഉണ്ട്. ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ വളർന്നു കയറിയാൽ മതി. വളർന്നാൽ ഓട്ടോമാറ്റിക് ക്രിസ്തു ആകുന്ന തലയോളം നിങ്ങൾ എത്തും. മനസ്സിലായോ? ഹല്ലേലൂയ. Go ahead. We who are born again, in us the seed of Christ is given to us, and when we grow in Christ we become as perfect as Jesus Christ. ഇതുണ്ടോ ഒരു തേങ്ങ? ഇതൊരു വിത്ത. ഹല്ലേലൂയ. ഇതിപ്പോൾ കെട്ടുപോയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചേ. എന്നാൽ കേടാത്തതാണെന്ന് ചിന്തിച്ചോ? കേടാത്തതില്ല അല്ലേ? ഉണ്ടോ? പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാം. ശ്രദ്ധിച്ചേ, കേടാത്തതാണെന്ന് ചിന്തിക്കുക. പച്ച ടൈപ്പില്ലേ? ചിന്തിച്ചോ. ശ്രദ്ധിച്ചേ, അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ തള്ള തേങ്ങയുടെ എല്ലാ സ്വഭാവവും ഇതിൻ്റെ ഉള്ളിൽ പരിപൂർണമാണ്. The real trait of a coconut is concealed in a raw coconut. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതുപോലെ പോഡിയത്തിൻ്റെ ഉള്ളിൽ കുറേ നാളിരുന്നാൽ ഇത് ചത്തുപോകും. ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ചർച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ദൈവഷ്ടം പുതിയ സൃഷ്ടിയെ അറിയാതിരുന്നാൽ നമ്മൾ കെട്ട് പോകും. പകരം യേശു കർത്താവ് പറഞ്ഞതുപോലെ, സഭയുടെ തല പറഞ്ഞതുപോലെ, അത് നിലത്ത് വീണ് ചത്താൽ നിന്നെ കുറ്റം പറയാൻ കുറേ പേര് വേണം. നിന്നെ പഴയ സൃഷ്ടിയെ തകർക്കാൻ കുറേ പേര് വേണം. അതറിയത്തില്ല, നമുക്ക് പിന്നെ പഠിക്കാം. അങ്ങനെ നിന്റെ ഉള്ളിലുള്ള ഡെത്തിനെ, മരണത്തെ സ്ട്രിപ്പ് ചെയ്യുവാൻ, തുണിയലിഞ്ഞ് കളയുവാൻ കുറേ പേര് ചുറ്റും ഉണ്ടെങ്കിൽ, ഇതിനെ തകർക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ വെളിയിലേക്ക് ഇറങ്ങും. If the seed that is invested in you by God our Father, if it dies in you, the characteristics of Jesus Christ will be manifested in you. ഹല്ലേലൂയ. ഇതൊരു വിത്ത് രൂപത്തിലാണ് ദൈവം തന്നിരിക്കുന്നത്. വിത്ത് രൂപത്തിൽ. ഇതുകൊണ്ടാണ് 1 John 3:9 ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വചനം. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിൻ്റെ മനുഷ്യന്റെ വിത്തല്ല, ദൈവത്തിൻ്റെ വിത്ത് അവനിൽ കിടക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ
കഴിയുകയില്ല. പക്ഷെ പഴയ മനുഷ്യൻ നന്നായി പാപം ചെയ്യും. പുതിയ വിത്തിൽ നിന്ന് വളരുന്നവന് പാപം ചെയ്യാനേ പറ്റില്ല. കാരണം അവ ദൈവപുത്രനാണ്. He that is born of God cannot commit sin because the seed of God is in him. ഹല്ലേലൂയ. ഇത് കെട്ടുപോയതാ. അപ്പം ആദ്യം കാണിച്ചത് കർത്താവ് പറഞ്ഞില്ലേ, ഗോതമ്പ് മണി അത് അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. അതേപോലത്തെ സാധനമാണിത്. ഇത് കെട്ടുപോയി. എന്നാൽ അത് കെടുന്നതിന് മുമ്പ്, അതായത് ശ്വാസം തീരുന്നതിന് മുമ്പ്, മനസ്സിലായോ, അത് നിലത്ത് വീണ് ചത്താൽ, ഇത് നിലത്ത് വീണ് ചത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ഇറങ്ങും, ഒരു തെങ്ങ് ഇറങ്ങും. അതിലുണ്ടാകുന്ന തേങ്ങേനെ നമ്മൾ എത്ര പഠിപ്പിച്ചാലാണ് ഇതുപോലത്തെ തേങ്ങ ഉണ്ടാക്കുക? എടാ, തേങ്ങ വേണം ഉണ്ടാക്കാൻ കേട്ടോ. നീ അടയ്ക്ക ഉണ്ടാക്കരുതെന്ന് ക്ലാസ് കൊടുക്കണോ? എടാ മോനെ, പാപം ചെയ്യരുതെന്ന് ക്ലാസ് കൊടുക്കണോ? വേണ്ട. അവൻ വളർന്നാൽ അവൻ പാപം ചെയ്യില്ല. ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല. ഇതിൽ നിന്ന് വളർന്നു പോകുന്ന ഒരു തെങ്ങിന് അടയ്ക്ക ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടായാൽ തേങ്ങയെ ഉണ്ടാവൂ. If this raw coconut dies, there will be a coconut tree, and this raw coconut doesn't need any kind of learning or any kind of instruction to be like a coconut tree, because the seed of the coconut tree is in this coconut. ഹല്ലേലൂയ. സമയം തീർന്നു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടോ? എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക. ഇതൊന്ന് മനസ്സിലാക്കുക. നേരത്തെ ആ മനുഷ്യൻ അവിടെ നിൽക്കുമായിരുന്നു, ഇവിടെയായിരുന്നു അല്ലേ? ആ മനുഷ്യൻ്റെ സോള്, ജഡരക്തം അവിടെ തന്നെ ഉണ്ട്. ആ മനുഷ്യൻ്റെ സോള് രാജ്യം മാറി ഇപ്പുറത്ത് വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പുറത്ത് വരണം. നമ്മളെ ഓൾറെഡി കർത്താവ് പുതിയ സൃഷ്ടിയിൽ കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വന്നിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? നമ്മളിപ്പോഴും ഈജിപ്തിൽ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഈജിപ്തിൽ നിൽക്കുകയാണ്. എന്നാൽ ഹൃദയം കൊണ്ട് ഈജിപ്തിൽ നിൽക്കുന്ന പരിപാടിയൊക്കെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് മോശയെ അനുഗമിച്ച് ഇസ്രായേൽ ജനം കയറി വന്നതുപോലെ നമ്മൾ ക്രിസ്തുവെ അനുഗമിച്ച് ലോകത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക് മാറണം. ഹല്ലേലൂയ. ഇത് തികഞ്ഞവർക്കുള്ള ക്ലാസ് അല്ല, ശ്രദ്ധിക്കുക. ഇത് കുഞ്ഞുങ്ങൾക്ക് ബാലപാഠം പഠിക്കുന്നവർക്കുള്ള ക്ലാസ്സാണ്. തികഞ്ഞവരുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ രൂപം വേറെ രൂപമാവും. കർത്താവിൻ്റെ ആത്മാവ് വിശുദ്ധ പൗലോസിനോട് പറയുന്നു, തികഞ്ഞവരോട് ഞങ്ങൾ ഇതല്ല സംസാരിക്കുന്നേ, തികഞ്ഞവരോട് ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഇതിൻ്റെ ലെവലിൽ അപ്പുറവും കൂടെ വരും. ചിലപ്പോൾ ഈ അറിവിനേക്കാളും കൂടുതൽ അറിവുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ചോദിക്കും, അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാ. ശരിയാ, ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കാം. പക്ഷേ അത്രയൊക്കെ മനസ്സിലാക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തി ഇല്ല. അപ്പോൾ ഇത് ആത്മാവിൽ ജനിച്ചവർക്കുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബേബി സ്റ്റെപ്പാണ്. അപ്പോൾ ന്യായപ്രമാണം നമ്മൾ ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലത്. നമ്മൾ ഈ ലോകത്തിലാണ് ഇതേപോലെ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? ന്യായപ്രമാണം ഉപയോഗിക്കണം. അല്ല, നമ്മൾ പുതിയ സൃഷ്ടിയുടെ മണ്ഡലത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കാം? ആത്മാവിൻ്റെ പ്രമാണം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ യുഎഇയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ റോഡിൻ്റെ ഇടതുഭാഗം ചേർന്ന് വണ്ടി ഓടിക്കണം. ഹല്ലേലൂയ. അല്ല, ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് വണ്ടി ഓടിക്കും. ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശ്രദ്ധിച്ച്, ഇവിടെ ഞാൻ റോഡിൻ്റെ ഇടതുഭാഗം ചേർന്നു, അവിടെ റോഡിൻ്റെ വലതുഭാഗം ചേർന്നു. മനസ്സിലായോ? എനിക്ക് തെറ്റിപ്പോണ കണ്ട? ഹല്ലേലൂയ. ഞാൻ ജീവിതത്തിലും തെറ്റിപ്പോകും, അപ്പോൾ തന്നെ പറയുമ്പോഴും തെറ്റിപ്പോകും. ഇതേപോലെ നമ്മളും ഇവിടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ആത്മാവിൻ്റെ പ്രമാണത്തിലേക്കും ചാടും, പലപ്പോഴും ന്യായപ്രമാണത്തിലേക്കും ചാടും. എൻ്റെ ജഡമാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഉടനെ ന്യായപ്രമാണം എടുത്തോളണം. അല്ല, എൻ്റെ ആത്മാവിൻ്റെ തലത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തോളണം? ആ ലോ ഓഫ് ദ സ്പിരിറ്റ് ഉപയോഗിച്ച് ജീവിക്കണം. പക്ഷേ ഡേ ബൈ ഡേ ന്യായപ്രമാണം ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ച് ആ മരുഭൂമിയിൽ ഈജിപ്തിലുള്ള ജനം മരിച്ചു വീണതുപോലെ അത് കുറച്ച് ആത്മാവിൻ്റെ പ്രമാണം, പുതിയ സൃഷ്ടിയുടെ പ്രമാണം എൻ്റെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ ഇടയാകണം. ദൈവം ഈ സന്ദേശത്താളെ അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Glory to God. Hallelujah. Thank you, Father.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നതിനായി, നന്നായി വളർത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. രാജ്യം മാറുമ്പോൾ രാജാവ് മാറുമെന്നും രാജ്യം മാറുമ്പോൾ നിയമം മാറുമെന്നും ഓരോ രാജ്യത്തിലും ഉള്ള പൗരൻ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴിലാണെന്നൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള അറിവ് അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് മാറുമ്പോൾ ഇനി ഈജിപ്തിൻ്റെ നിയമമല്ല എന്നും, ദൈവം ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഇനി ദൈവരാജ്യത്തിൻ്റെ നിയമമാണ് എന്നും, ഇതേപോലെ ലോകത്തിൽ നിന്ന് ഞങ്ങളെ അങ്ങ് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബ്ലാങ്കറ്റ് മാറ്റി ഞങ്ങൾ ആ ബെഡ് കാണുന്നത് പോലെ ലോകത്തെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ബ്ലാങ്കറ്റ് ഊരിക്കളയുവാൻ, തുടർന്ന് ദൈവരാജ്യത്തിൽ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങൾ മനസ്സ് പുതുക്കിയ രൂപത്തിന് അന്തരം വരുത്തുവാൻ ഇനിയും പഴയ മനുഷ്യനുള്ള ആ ന്യായപ്രമാണം വെച്ചുകൊണ്ടിരിക്കാതെ പുതിയ മനുഷ്യനുള്ള ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക്, ആ രാജ്യം മാറിയ പ്രമാണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ക്യാരക്ടർ, സ്വഭാവം അത് വളരേണ്ടതാണെന്നും എന്നാൽ ഗിഫ്റ്റ് വളരുകയില്ല എന്നും അത് ഉപയോഗിക്കേണ്ടതാണ് എന്നും ഒക്കെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി. ആ വിത്തിൽ നിന്ന് ഒരു വൃക്ഷമുണ്ടായി ഫലം കായ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിത്ത് ഞങ്ങളിൽ കിടക്കുന്നുവെന്നും അത് വളർന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന ഫലം കായ്ക്കണമെന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നതിനായി നന്ദി. ഈ ജനത്തെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ വീണ്ടും ജനിപ്പിപ്പാൻ അങ്ങ് കാൽവരിയിൽ യാഗമായി, അതിൻ്റെ ഓർമ്മ ഞങ്ങൾ ഓർക്കണമെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു. യേശുവേ, ആ കൽപ്പനയ്ക്കായി, അതനുസരിപ്പാനായി ഇതാ ഞങ്ങളെല്ലാവരും അങ്ങിൽ സ്വർഗപിതാവിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. ജനത്തിൻ്റെ സകല ആവശ്യങ്ങളുടെ പേരും കൂട്ടായിരിക്കണമേ. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അപ്പാ, സർവമഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറക്കരുത്, അടുത്ത റിട്രീറ്റ് ജൂലൈ 1 തീയതിയാണ്. കഴിഞ്ഞ റിട്രീറ്റ് മനോഹരമായി സ്വർഗത്തിൽ ദൈവം അവസാനിപ്പിക്കാനായിട്ട് ഇടയായി. ദൈവം നിങ്ങളേവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.